Hi all. So ഇന്ന് നമ്മൾ പുതിയൊരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് which is Sociology of Religion. So ഈ ഒരു പേപ്പറിന്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് BSOC 106. So ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 which is Sociological Understanding of Religion. അതിനകത്ത് യൂണിറ്റ് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. That is Formulating Religious Elementary Forms of Religion. Okay, let's start. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലീജിയൻ ആണ്. എങ്ങനെയാണ് റിലീജിയൻ സോഷ്യൽ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് റിലീജിയൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ, ലൈക്ക് ഫാമിലി, ഗവൺമെന്റ്, മാരേജ്. സോ ഇതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ. Okay, so religion is comprised of a set of beliefs, practices, values. Okay, religion എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റിച്വൽസ്, സെറമണീസ്, പ്രാക്ടീസസ്, ബിലീഫ്സ്, വാല്യൂസ് ഒക്കെ അടങ്ങുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഈ റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് കോൺസെൻട്രേറ്റഡ് വിത്ത് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ സീക്രഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും എന്ത് റിലീജിയൻ. സോ റിലീജിയൻ ഓൾവേസ് ഡിസ്ക്രൈബ്സ് റിലീജിയൻ ബിലീഫ്സിനെയും പ്രാക്ടീസസിനെയും വാല്യൂസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യും റിലേറ്റഡ് ടു സേക്രഡ് ഓർ സ്പിരിച്വൽ ബീങ്സ്. അപ്പം നമ്മൾ ഒരു റിലീജിയൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് റിലീജിയൻ എടുത്തിരുന്നാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഗോഡ് അല്ലെങ്കിൽ ഒരു ഡയറ്റി നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള റിച്വൽസ് ചെയ്യുന്നു, സെറമണീസ് കണ്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ റിലീജിയൻ ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇതെല്ലാം ഒരു സീക്രഡ് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിച്വൽസും ബിലീഫ്സും പ്രാക്ടീസസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സോ റിലീജിയൻ അത് എന്തിനു നമ്മളത് കണ്ടക്ട് ചെയ്യുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യും. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് റിലീജിയൻ. ഓക്കെ, ദാറ്റ് ഇസ് ദി ഹോൾ പോയിന്റ് ഓഫ് റിലീജിയൻ. സോ സോഷ്യൽ തിയറിസ്റ്റ് എമൈൽ ഡർക്കെയിം റിലീജിയനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റഡ് ടു സീക്രഡ് തിങ്സ്. ഒരു സീക്രഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സീക്രഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റിലേറ്റഡ് ടു സംതിങ് സ്പിരിച്വൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് സീക്രഡ് എന്ന് പറയുന്നത്. സോ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് സിസ്റ്റമാണ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ബിലീഫ്സും പ്രാക്ടീസസും ഒക്കെയുള്ള ഒരു സിസ്റ്റമായിട്ടാണ് എമൈൽ ഡർക്കെയിം പറയുന്നത്. അത് റിലേറ്റഡ് ടു വാട്ട് സീക്രഡ് തിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് റിലീജിയൻ എന്നാണ് ആര് പറയുന്നത്, എമൈൽ ഡർക്കെയിം പറയുന്നത്. സോ മാക്സ് വെബർ ഓൺ ദ സെയിം ഹാൻഡ് അറ്റ് ദ സെയിം ടൈം മാക്സ് വെബർ പറയുന്നത് റിലീജിയൻ ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫോഴ്സ് ആണെന്നാണ് ആര് പറയുന്നത്, മാക്സ് വെബർ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിലീജിയൻ. വി ഹാവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിലീജിയൻ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ, പിന്നെ നമുക്ക് കോംപ്ലക്സ് ഫോം ഓഫ് റിലീജിയൻ ഉണ്ട്, പിന്നെ മിക്സഡ് ഫോം ഓഫ് റിലീജിയൻ ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഫോം ഓഫ് റിലീജിയന്റെ ക്യാരക്ടറിസ്റ്റിക്സിലോട് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാൻ പറ്റും സിമ്പിൾ ഫോം എന്ന് പറയുന്നത് എഹിസ്റ്റോറിക്കൽ ആണ്. എഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർമലൈസ്ഡ് അല്ല, ഹ്യൂമൻ ബീങ്സ് ഫോർമലൈസ് ചെയ്ത ഒരു കാര്യമില്ല. ഇതിന്റെ ഒരു റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സിമ്പിൾ ഫോം ഓഫ് റിലീജിയനിൽ. ഇതിന്റെ ഒരു റൂട്ട് ഈ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ എവിടെ നിന്ന് വന്നു, എങ്ങനെയുണ്ടായി എന്നുള്ള റൂട്ട് നമുക്ക് എന്താണ്, അതിൻ്റെ ഒരു എവിടെ നിന്നാണത് വന്നത് എന്നുള്ളൊരു ഒറിജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫോർമലൈസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ഓൾസോ ടൈം ഇൻമെമ്മോറിയൽ തൊട്ടേ ഇത് എക്സിസ്റ്റിംഗ് ആണ്. ലൈക്ക് എക്സിസ്റ്റിംഗ് സിൻസ് ദി അപ്പിയറൻസ് ഓർ ക്രിയേഷൻ ഓഫ് ലൈഫ്. ലൈഫ് ഉണ്ടായപ്പോൾ തൊട്ടേ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉള്ളപ്പം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ പറ്റി നമുക്ക് അറിയാവുന്ന എവിഡൻസ് വെച്ചിട്ട് ആ കാലഘട്ടം തൊട്ടേ എന്തുണ്ട്, റിലീജിയൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഇനി സിമ്പിൾ ഫോം ഓഫ് റിലീജിയന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബിലീഫ്സും റിച്വൽസും ഓറലി വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് സിമ്പിൾ ഫോം ഓഫ് റിലീജിയനിൽ അവർ കുറച്ച് വിശ്വാസം, റിലീജിയനാണ്, അപ്പോൾ വിശ്വാസവും പ്രാക്ടീസസും ബിലീഫ്സും ഒക്കെ കാണാം. അപ്പം ഇത് നമ്മളിപ്പം എന്താണ്, നമുക്ക് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ റിലീജിയനിൽ നമുക്ക് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുകയും അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യും, റിലീജിയൻ സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ സിമ്പിൾ ഫോം ഓഫ് റിലീജിയനെ സംബന്ധിച്ച് അവിടെയും ബിലീഫ്സും സിസ്റ്റംസും വാല്യൂസും ഉണ്ട്. പക്ഷെ അത് ഓറലിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വായ്മൊഴിയല്ല പറഞ്ഞ് വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ അവർ ഫോളോ ചെയ്ത് പോകും. അതാണ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ എന്താണ്, അതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്.
സോ റിലീജിയസ് എക്സ്പീരിയൻസ് കളക്റ്റീവ് ആണ്. അവർക്ക് റിച്വൽ ഡാൻസസ്, ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവും. സോ നമുക്ക് ഏർലി ഹ്യൂമൻ ബീങ്സ് നമുക്ക് കേവ് എക്സ്പ്ലോറേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാറുണ്ട് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്, റിച്വൽ ഡാൻസ്, റിച്വൽ ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് പറയുന്നത് സിമ്പിൾ ഫോം ഓഫ് റിലീജിയനിൽ. അവർ റിച്വൽ ഡാൻസസും ഫെസ്റ്റിവിറ്റീസും ഒക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഫോം ഓഫ് എക്സ്പീരിയൻസ് ഇൻ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പോയിന്റ് പറയുന്നത് ഇറ്റ് ഇസ് എസെൻഷ്യലി ഡിസ്ക്രിപ്റ്റീവ് ആണ്, എക്സ്പ്ലനേറ്ററി അല്ല എന്നാണ് പറയുന്നത്. സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഒരിക്കലും എക്സ്പ്ലനേറ്ററി അല്ല. അതായത് അവിടെ അതിനകത്തൊരു ഗുഡ് ഫെയ്ത്ത് ഉണ്ടാവും, ഒരു ഇന്റർപ്രിട്ടേഷൻ്റെ ആവശ്യം സിമ്പിൾ ഫോം ഓഫ് റിലീജിയനിൽ വരുന്നില്ല. ഒരു ഇന്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല, പക്ഷെ അവർക്ക് ഗുഡ് ഫെയ്ത്ത് ഉണ്ടാവും അവരുടെ റിലീജിയനിൽ. അതുപോലെ ഫാക്റ്റിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവത്തില്ല. ഇത് എന്തുകൊണ്ട് നമ്മളിങ്ങനെ വർഷിപ്പ് ചെയ്യണം, എന്തുകൊണ്ട് ഇത്തരം റിച്വൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ ഒരു ഫാക്ട് അല്ലെങ്കിൽ സയന്റിഫിക് എവിഡൻസ് അവർ സീക്ക് ചെയ്യുന്നില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് ഡിസ്കഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഓൾ, നോ ഇന്റർപ്രിട്ടേഷൻ ഇസ് നീഡഡ്, ജസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഇസ് നീഡഡ് ഫോർ ദം. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. നെക്സ്റ്റ് നമ്മളിനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സിമ്പിൾ ഫോം ഓഫ് റിലീജിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിയത്, പിന്നെ കോംപ്ലെക്സ് ഫോം. സോ അൺലൈക്ക് സിമ്പിൾ ഫോം, കോംപ്ലെക്സ് ഫോമിനകത്ത് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ക്യാൻ ബി ട്രേസ്ഡ്. ഇപ്പോൾ സിമ്പിൾ ഫോമിൽ എന്തായിരുന്നു, ഹിസ്റ്റോറിക്കൽ ആയിരുന്നു, അതിന്റെ ഒറിജിൻ ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കോംപ്ലെക്സ് ഫോമിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൗണ്ടഡ് റിലീജിയൻ. അതായത് ആരെങ്കിലും ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുണ്ടാവും. ഈ ഒരു കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയന്റെ ഫൗണ്ടർ ഉണ്ടാകും. ഈ റിലീജിയൻ, പർട്ടിക്കുലർ റിലീജിയൻ ആരെങ്കിലും ഫൗണ്ടർ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അതിന്റെ ഒറിജിൻ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റീ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആസ് ഇൻ ഹിന്ദുയിസത്തിൽ നമുക്ക് അവതാരം എന്നൊക്കെ പറയില്ലേ, ഇപ്പം കൃഷ്ണൻ, രാമൻ, ഓക്കെ. സോ റീ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആണ് ഒന്ന്. അല്ലെങ്കിൽ ഫൗണ്ടർ ഇസ് റെക്കഗ്നൈസ്ഡ് ആസ് എന്താണ്, മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ആസ് ഇൻ ഇസ്ലാം, മെസ്സഞ്ചർ ഓഫ് ഗോഡ്, പ്രോഫിറ്റ്, ഓക്കെ, മെസ്സഞ്ചർ ഓഫ് ഗോഡ് ആയിട്ട് കൺസിഡർ ചെയ്യും അതിന്റെ ഫൗണ്ടറിനെ. അല്ലെങ്കിൽ ഫൗണ്ടറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, സൺ ഓഫ് ഗോഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആസ് ഇൻ ക്രിസ്ത്യാനിറ്റിയിൽ ജീസസ് ഇസ് ദ സൺ ഓഫ് ഗോഡ്. സോ അങ്ങനെ കൺസിഡർ ചെയ്യും. ഇപ്പൊ അതായത് ഫൗണ്ടർ ഓഫ് എ റിലീജിയനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, റെക്കഗ്നൈസ്ഡ് ആസ് ഒന്നെങ്കിൽ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡ് ആയിട്ട് ഇതിനകത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയനകത്ത് ബിലീഫ്സും വാല്യൂസും ഒക്കെ ടെക്സ്റ്റുവലൈസ്ഡ് ആണ്, കോഡിഫൈഡ് ആണ്, ടെക്സ്റ്റുവലൈസ്ഡ് ആണ്. അത് സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് അവർ സൂക്ഷിച്ചു വെക്കാറുണ്ട്. കോഡിഫൈഡ് ആണ്, ടെക്സ്റ്റുവലൈസ്ഡ് ആണ്, അതിന് സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് മാത്രമല്ല ഈ സ്ക്രിപ്റ്റേഴ്സിനെ ഹോളി ആയിട്ട് കൺസിഡർ ചെയ്യും, ഒരു ഡിവിനിറ്റി കൊടുക്കും, ഒരു ഹോളി ബുക്കായിട്ട് കൺസിഡർ ചെയ്യും ആ റിലീജിയന്റെ. ഓക്കെ, ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ. അപ്പം ഈ കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കോഡിഫൈഡ് ആൻഡ് ടെക്സ്റ്റുവലൈസ്ഡ് ഫോം ഓഫ് റിലീജിയൻ, അവരുടെ റിലീജിയൻ ഓറലി അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പകരം അവർ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബുക്കായിട്ട്. എന്നിട്ട് അതിനെ ഹോളി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് സേക്രഡ്. ഓക്കെ, അതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മെഷർ ഓഫ് പേഴ്സണലിസം. ഈ ഒരു കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയനിൽ ദർ ഇസ് എ ലാർജ് മെഷർ ഓഫ് പേഴ്സണലിസം. പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് റിലീജിയസ് ഫിനോമിന ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഫെയ്ത്ത് ഇസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ദി ഫൗണ്ടർ. അപ്പം പേഴ്സണാലിറ്റി ഓഫ് ദി ഫൗണ്ടറിനെ അനുസരിച്ചിരിക്കും ഇവരുടെ ഫെയ്ത്തിന്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈലി ഇന്റലക്ച്വൽ ഫോം ഓഫ് റിലീജിയൻ ആണ്. കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ ഒരു ഹൈലി ഇന്റലക്ച്വൽ ഫോം ഓഫ് റിലീജിയൻ ആണ്. അതായത് പുതിയൊരു ന്യൂ ഡോക്ട്രിൻ അഡിഷൻ ഉണ്ടാവും. ഇത് ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ പുതിയ മെത്തേഡ്സുമായിട്ട് അഡോപ്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രിസ്ത്യാനിറ്റി എടുക്കുവാണെങ്കിൽ പുതിയ നിയമം, പഴയ നിയമം എന്ന് പറഞ്ഞിട്ട് 2 നിയമങ്ങളുണ്ട്. സോ അങ്ങനത്തെ പുതിയ എന്താണ് എഡിഷൻസ് ഉണ്ടാവും, ഡോക്ട്രിനിൽ പുതിയ എഡിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് വരാം, പുതിയ ഫോർമേഷൻ ഓഫ് കൾട്ട്, സെക്ട്. അതായത് ഒരു റിലീജിയനകത്ത് തന്നെ സെക്റ്റും കൾട്ടും ഒക്കെ ഡിനോമിനേഷൻസ് ഒക്കെ വരാം. അതുപോലെ പുതിയ ക്ലാസ് ഓഫ് പ്രീച്ചേഴ്സ് വരാം, മോങ്സ്, അസെറ്റിക്സ് എക്സെട്ര. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്റലക്ച്വൽ ഫോം ഓഫ് റിലീജിയൻ ആണ് എന്നാണ് കാണിക്കുന്നത്. എന്ത് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ ഒരു ഹൈലി ഇന്റലക്ച്വൽ ഫോം ഓഫ് റിലീജിയൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് നമ്മൾ മിക്സഡ് ഫോം ഓഫ് റിലീജിയനെ പറ്റി നോക്കുകയാണ്. മിക്സഡ് ഫോം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് അതിനകത്ത് ബോത്ത് ദി എലമെന്റ്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയൻ ഇൻക്ലൂഡഡ് ആണ്. മിക്സഡ് ഫോം ഓഫ് റിലീജിയനിലെ രണ്ടിന്റെയും, അതായത് സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് ഫോം ഓഫ് റിലീജിയന്റെയും എലമെന്റ്സ് ബോത്ത് ആർ മിക്സ്ഡ് ടുഗദർ ഇൻ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മിക്സഡ് ഫോം ഓഫ് റിലീജിയനിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് സ്കോളാസ്റ്റിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷെ വിത്തൗട്ട് ഹിസ്റ്ററി. ദാറ്റ് ഈസ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ ഫോർ യു. ഇനി അടുത്തത് റിലീജിയൻ ആസ് എ ഗ്രൂപ്പ് ഫിനോമിനൻ.
റിലീജിയൻ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫിനോമിനൻ ആകുന്നത് നമുക്ക് നോക്കാം. റിലീജിയനിലെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ റിലീജിയൻ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫിനോമിനൻ ആണ്. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽസും റിച്വൽസും ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല കണ്ടക്ട് ചെയ്യുന്നത്. റിലീജിയസ് ഫെസ്റ്റിവൽസ്, ഫോർ എക്സാമ്പിൾ ഓണം, ക്രിസ്മസ്, ഈദ്, ഇതിനൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് അസോസിയേഷൻ, ഒരു കളക്റ്റീവ് നേച്ചറാണ് ഫെസ്റ്റിവൽസിനുള്ളത് അല്ലെ. ഇപ്പൊ സെറമണീസ് കണ്ടക്ട് ചെയ്യാനും ഫെസ്റ്റിവൽസ് ആയാലും റിച്വൽസ് ആയാലും ഒരു കളക്റ്റീവ് ആക്ഷൻ. അപ്പൊ ടെമ്പിൾസിൽ പോകുമ്പോഴത്തേക്ക് റിച്വൽസ് ഉണ്ടാവും. മേ ബി മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ദിവസവും ഉണ്ടാവും റിച്വൽസ് ഒക്കെ ടെമ്പിളിൽ പോവുകയാണെങ്കിൽ. അപ്പം we can see everybody gathers around the temple to see this ritual. അതായത് അതൊരു കളക്റ്റീവ് ഫോം ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ കളക്റ്റീവ് ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സോ റിലീജിയൻ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫിനോമിനയാണ് പുട്ട് ഫോർത്ത് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു ഷെയർഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ്, പ്രാക്ടീസസ് ഒക്കെ കാണും. ഓക്കെ, ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആയിട്ടാണ് റിലീജിയനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഗ്രൂപ്പ് ഫിനോമിനൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷെയർഡ് ബിലീഫ്സ് ഉണ്ടാവും. ഷെയർഡ് ബിലീഫ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സും പ്രാക്ടീസസും ഉണ്ടാവും. ആൻഡ് ഈ ബിലീഫ്സും പ്രാക്ടീസസും ഒക്കെ എന്തിനെ റിവോൾവ് ചെയ്തിരിക്കും? ഒരു സീക്രട്ട് തിങ്ങിനെ റിവോൾവ് ചെയ്തിരിക്കും. നമ്മളൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഡിവൈൻ പവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബിലീഫ്സും പ്രാക്ടീസസും ഒക്കെ ആയിരിക്കും റിലീജിയനിൽ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് വേർഷിപ്പ് കാണും. അതായത് ഒരു കളക്റ്റീവ് വേർഷിപ്പിനെ എംഫസൈസ് കൊടുക്കും. അത് ഒരു റിലീജിയനിൽ ഒരു കളക്ടിവിറ്റീന് അവരൊരു സ്ട്രെസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു എംഫസിസ് കൊടുക്കും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്തൊരു റിച്വൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ സെറമണി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇപ്പൊ ടെമ്പിൾ ആയാലും ചേർച്ചസ് ആയാലും ഇവർക്ക് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ആളുകളെ ഒന്നിച്ച് കൊണ്ടുവരിക, കളക്റ്റീവ് ഒരു നേച്ചർ കൊടുക്കുക എന്നുള്ളതാണ് റിലീജിയന്റെ പർപ്പസ്. സോ അവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിലീഫ്സിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ഒരു വാല്യൂവിന് വേണ്ടിയായിരിക്കും, അവർ ഷെയർ ചെയ്യുന്ന ഒരു പ്രാക്ടീസിന് വേണ്ടിയായിരിക്കും അവർ ഒത്തുകൂടുന്നത്. സോ ഇതിനൊരു കളക്റ്റീവ് എംഫസിസ് റിലീജിയൻ കൊടുക്കുന്നുണ്ട്. ഓൾസോ ഫെസ്റ്റിവൽസും റിച്വൽസും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരികയും ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൾക്കാർ ഒരു ഷെയർഡ് മോട്ടീവ് ഉണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഒരു ഷെയർഡ് ഗോൾ ഉണ്ട്. അപ്പൊ ആൾക്കാർ അത് വെച്ച് കണക്ട് ചെയ്യും, സോഷ്യലൈസ് ചെയ്യും ഒക്കെ ചെയ്യും റിലീജിയൻ. അപ്പൊ അതുകൊണ്ടാണ് റിലീജിയൻ ഒരു ഗ്രൂപ്പ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിച്വൽസ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ഫോർമലൈസ് ചെയ്യുകയൊക്കെ ചെയ്യും റിലീജിയൻ. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോം അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഫോം ഉണ്ട്. റിച്വൽസ് ആണെങ്കിലും പ്രാക്ടീസസ് ആണെങ്കിലും അതിനകത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് അവർ കൊടുക്കുന്നുണ്ട് റിലീജിയൻ്റെ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഹിന്ദുവിസം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഈവൻ അതർ റിലീജിയൻസ് ലൈക്ക് ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസം ഏതെടുത്താലും അവിടെ ഒരു റിച്വൽസിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് കൊടുക്കുന്നുണ്ട്. അത് വേറൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ മോറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും റിലീജിയസ് ബിലീഫ്സും പ്രാക്ടീസസും മോസ്റ്റ്ലി ഒരു മോറൽ അഥറൻസ് കൊടുക്കുന്നുണ്ട്, മോറൽ സൈഡ് അല്ലെങ്കിൽ എത്തിക്കൽ സൈഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു തെറ്റ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അതിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് റിലീജിയൻ ഒരു എക്സ്റ്റെൻഡ് വരെ സാധിക്കും, ബിക്കോസ് ഓഫ് എത്തിക്സ് ഗിവൺ ടു അസ് ബൈ ദ റിലീജിയൻ. ഇപ്പം അത് തെറ്റാണ്, കാരണം ആ തെറ്റാണ് എന്ന് കാണിക്കുന്ന ഒരു പവർ ഉണ്ട്. നമുക്ക് മുകളിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ഉണ്ട്. അപ്പോൾ ആ ബീയിങ് എല്ലാം കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ ലൈഫിൽ നമ്മുടെ ഈ ലൈഫ് ടൈം പെർഫോമൻസ് അനുസരിച്ചിട്ട് റിവാർഡ്സും പണിഷ്മെന്റ്സും തരുന്നു എന്നൊക്കെ ഉള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് നമുക്ക് മുകളിലുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കാണുന്നുണ്ട്, എല്ലാം നോട്ടീസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു എത്തിക്സ് നമ്മുടെ മനസ്സിനകത്ത് കാണും. ഇത് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് തെറ്റ്, നന്മയും തിന്മയും ഒക്കെ പറഞ്ഞു തരും റിലീജിയൻ്റെ. സോ നമ്മളൊരു മോട്ടീവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എത്തിക്കൽ, ഈവൻ ബൈ ലോ നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ എത്തിക്കൽ സെൻസിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇതൊക്കെ റിലീജിയൻ്റെ ഒരു മോറൽ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആൻഡ് സീക്രട്ട്. എന്താണ് സൂപ്പർ നാച്ചുറൽ, എന്താണ് സീക്രട്ട്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ റിലീജിയനും സം വേ ഓർ ദി അതർ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്, ഒരു സൂപ്പർ നാച്ചുറാലിറ്റി, ആ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് എല്ലാ റിലീജിയനും. ഇപ്പം ഏതൊരു റിലീജിയൻ നമ്മൾക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതൊരു റിലീജിയൻ എടുത്താലും ഒരു സൂപ്പർ നാച്ചുറൽ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ അതിനകത്ത് ഉണ്ടാവും. എല്ലാ റിലീജിയനും റിലേറ്റഡ് ആണ്, ഒരു കോമൺ തിങ് ആണ് സൂപ്പർ നാച്ചുറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഐഡിയ. സോ ഇത് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ബിയോണ്ട് ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ എന്താണ്, സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്, സൂപ്പർ നാച്ചുറൽ ബീയിങ് എന്ന് പറയുന്നത്.
സോ അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? മാജിക്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഫോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യാം, ഏഞ്ചൽസ്, സോൾസ്, നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് വിൻഡ്, ഫയർ, മൗണ്ടൻ. സോ നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് വിൻഡ്, ഫയർ, മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് പ്രിമിറ്റീവ് സൊസൈറ്റി എന്താണ് ചിന്തിച്ചിരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ തിങ് ആണ്. കാരണം പ്രിമിറ്റീവ് സൊസൈറ്റിക്ക് സയൻസിനെ വെച്ചിട്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അതൊക്കെ അവർ സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ലൈക്ക് വിൻഡ്, ഫോഴ്സ്, ഫയർ, മൗണ്ടൻസ്, ഇതൊക്കെ. അപ്പൊ പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് സെൻസിൽ ഈ നാച്ചുറൽ ഫോഴ്സസ് ഒക്കെ സൂപ്പർ നാച്ചുറൽ ആണ്. സോ അതർവൈസ് നമുക്ക് അറിയാം മാജിക് ഫോഴ്സസ്, ഏഞ്ചൽസ്, സോൾസ്, ഇതൊന്നും നമുക്ക് സയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് സൂപ്പർ നാച്ചുറൽ എന്താണ് ഐഡിയാസ് ആണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ്. അതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബിയോണ്ട് ഫിസിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സേക്രഡ് എന്താണെന്ന് നോക്കാം. സോ സേക്രഡ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും സേക്രഡ് ഒബ്ജക്ട്സിന്. ഓക്കെ, ആൾക്കാർ അതിനൊരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസിലായിരിക്കും അത് കാണുന്നത്. അതുപോലെ അതിനൊരു ആൾക്കാരൊരു റെസ്പെക്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കും ആൾക്കാർ ഈ സേക്രഡ് തിങ്സിന്. കാരണം അതൊരു എന്താണ് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും സേക്രഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെ ഡിവൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ആൾക്കാർ അതിനെ റെസ്പെക്റ്റോട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സേക്രഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഷ്രൗഡ് ഓഫ് ടൂറിൻ. ഓക്കെ, ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഷ്രൗഡ് ഓഫ് ടൂറിൻ ഒരു സേക്രഡ് ഒബ്ജക്റ്റ് ആണ്. സോ ഇവിടെ ഈ ഒരു ഷ്രൗഡ് ഓഫ് ടൂറിന് ആൾക്കാർ റെസ്പെക്റ്റിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഷ്രൗഡ് ഓഫ് ടൂറിൻ, സോ ആൾക്കാർ അങ്ങോട്ട് പിൽഗ്രിമേജ് കണ്ടക്ട് ചെയ്യും അത് കാണാനായിട്ട്. ഓക്കെ, അത് അവരുടെ റിലീജിയന്റെ ഭാഗമായിട്ട് അത് കാണാനായിട്ട് ആൾക്കാർ പിൽഗ്രിമേജ് കണ്ടക്ട് ചെയ്യും. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ആൾക്കാർ ഒരു പോസിറ്റീവ് എനർജി അത് കണ്ടിട്ട് ഒരു പോസിറ്റീവ് എനർജി ഇംബൈബ് ചെയ്യും. മാത്രമല്ല അവരുടെ റിലീജിയസ് ബിലീഫ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അവർ പിൽഗ്രിമേജ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഹോളി പ്ലേസസിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹോളി സൈറ്റ്സ് കാണാൻ പോകാറുണ്ട്. എന്തിനാണ്? കാരണം നമ്മളതൊരു സീക്രട്ട് കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പമ്പ നദിയിൽ കുളിക്കുക എന്ന് പറയില്ലേ, അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി പോകും എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അത് ഒരു സീക്രട്ട് തിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പിൽഗ്രിമേജസ് കണ്ടക്ട് ചെയ്ത് നമ്മളതിനെ കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ റെസ്പെക്റ്റിലായിരിക്കും ആ ഒരു സീക്രട്ട് ഒബ്ജക്റ്റിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബൊക്കെ തോന്നും. ഓൾസോ നമ്മൾ എന്താണ് കുറച്ച് ഈ പറഞ്ഞ പോലെ ശാന്തി, സമാധാനമൊക്കെ നമുക്കത് അവിടെ പോകുന്ന പിൽഗ്രിമേജ് കണ്ടക്ട് ചെയ്യുന്ന വഴി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊരു ഷെയർഡ് ബിലീവ് അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ഇൻസൈറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സേക്രഡ് ഒബ്ജക്ട്സിനെ നമ്മൾ വിസിറ്റ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. സോ ദാറ്റ് ഇസ് സേക്രഡ്, സംതിങ് ഡിവൈൻ, സംതിങ് പീപ്പിൾ ഗിവ് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ സംതിങ് വിച്ച് ഇസ് വെരി സിഗ്നിഫിക്കൻ്റ് ഇൻ എ പെർട്ടിക്കുലർ റിലീജിയൻ. ഇതാണ് സേക്രഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൂപ്പർ നാച്ചുറൽ തിങ്സും സീക്രട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിലീഫ്സ് ആൻഡ് റിച്വൽസ് ആണ്. സോ വാട്ട് ഈസ് എ ബിലീഫ്? ബിലീഫ് എന്ന് പറയുന്നത് ട്രൂത്തിനെ പറ്റിയ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബിലീഫ് എന്ന് പറയുന്നത്. സോ ബിലീഫ് നമ്മളെ ഗൈഡ് ചെയ്യും. എന്തിനെ ഗൈഡ് ചെയ്യും? ഇൻഡിവിജ്വൽസിനെയോ ഗ്രൂപ്പിനെയോ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി ഒരു സെൻസ് ഉണ്ടാക്കാൻ, അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി ഒരു സെൻസ് ഉണ്ടാക്കാനായിട്ട് ബിലീഫ്സ് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം നമ്മൾ കാണുകയാണ്, എക്സ്പീരിയൻസ് ആണ്, നാച്ചുറൽ ഫിനോമിനൻസ് നമ്മൾ എക്സ്പീരിയൻസ് ആണ്, പക്ഷെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ സയൻസിന്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് മിറക്കിൾസ്. ഓക്കെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോഴത്തേക്ക് നമുക്കൊരു സെൻസ് ഉണ്ടാക്കണമല്ലോ. അപ്പം ആ സെൻസ് ആണ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു സെൻസ് ഉണ്ടാക്കാനായിട്ട് ബിലീഫ്സ്, എസ്പെഷ്യലി റിലീജിയസ് ബിലീഫ്സ് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പം ഇത്തരം ലൈക്ക് മിറാക്കിൾസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അത് റിലീജിയനായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിൽ താങ്ക് ഗോഡ്, അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഐഡിയാസ്, പ്രാക്ടീസസ് കൊണ്ടുവരിക എന്നുള്ളതാണ് റിലീജിയസ് ബിലീഫ്സിന്റെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. സോ റിലീജിയസ് ബിലീഫ്സ് നമ്മളെ ഗൈഡ് ചെയ്യും, ഈവൻ ഫോർ ഗ്രൂപ്പ്സ് ഓർ ഈവൻ ഫോർ ഇൻഡിവിജ്വൽസ്, ടു മേക്ക് സെൻസ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി വെച്ചൊരു സെൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ബിലീഫ്സ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഗൈഡ്സ് അസ്. ഓക്കെ, റിലീജിയസ് ബിലീഫ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൈറ്റ്സ് ആൻഡ് റോങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മ ചെയ്ത് തിന്മ ചെയ്ത് ശരി ചെയ്ത് തെറ്റെന്ന് നമുക്കൊരു എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരും റിലീജിയസ് ബിലീഫ്സ്. ഓൾസോ ദി ഒറിജിൻ ഓഫ് ലൈഫ്.
ഈവൻ സയൻസ് ഒറിജിൻ ഓഫ് ലൈഫ് പ്രോപ്പർ ആയിട്ട് ഒരു ഫുൾ പ്രൂഫ് എവിഡൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ബട്ട് ദെൻ റിലീജിയനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ റിലീജിയൻ എടുക്കുമ്പോഴും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുവിസം, ഇസ്ലാം, ഏതെടുത്താലും they have their own way of explaining how life worked അല്ലെങ്കിൽ how life originated, right? അപ്പം religion explains all of these things. So ഇത്തരം things will make sense to us, right? Also even about life after death. ഡെത്തിന് ശേഷം എന്താണെന്ന് സയൻസിന് അറിയില്ല. സോ വി കാൺട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്. പക്ഷേ when it comes to religion talks about സ്വർഗം, നരകം and all, right? അപ്പം religion talks about life after death and it makes complete sense to us because science doesn't even know what happens after death. അപ്പം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു സോഴ്സ് ഓഫ് ഒരു സെൻസ് ഉണ്ടാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? Religious beliefs help you. So that is about religion. Now we're talking about rituals. Rituals എന്ന് പറയുമ്പോഴത്തേക്കും formalized activities ആണ്. Obviously അത് informal activity അല്ല, formalized activities in the name of a religion. That is what rituals are. ഇതിനൊരു symbolic representation ഉണ്ടാവും റിച്വൽസിന്, അല്ലെങ്കിൽ ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. അപ്പം ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു യാഗം ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു സിംബോളിക് മീനിങ് ഉണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തിനെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവർ ആ റിച്വൽസ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ദീസ് മേ ബി റിപ്പീറ്റഡ് ബേസ്ഡ് ഓൺ എ പ്രിസ്ക്രൈബ്ഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ വെച്ചിട്ട് ഇത് റിപ്പീറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾസോ റിച്വൽസ് എന്ന് പറയുന്നത് ഒരു വേ ആണ് ടു റീഅഫേം ഷെയർഡ് വാല്യൂസ്, ഒരു വാല്യൂസ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ റോള് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ റിലേഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു വേ ആണ് റിച്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓൾസോ നമുക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അല്ലെങ്കിൽ നമുക്കൊരു പേർപ്പസ് ഓഫ് ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇഫ് സംതിങ് ഗോസ് റോങ് വി കണ്ടക്ട് എ റിച്വൽ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ. സോ ദർ ഇസ് എ സെൻസ് ഓഫ് ഇറ്റ് ഗിവ്സ് us a purpose to life, അല്ലെങ്കിൽ it helps to make a sense of belonging, അല്ലെങ്കിൽ it helps to develop a sense of belonging. Okay, so rituals help us in all of those things. പിന്നെ ഓൾസോ ടു റീഇവാലുവേറ്റ് വൺസ് ലൈഫ്. കാരണം ചില റിച്വൽസ് നമ്മുടെ പാപങ്ങൾ കഴുകി കളയാനായിട്ട് ഇപ്പോൾ റിച്വൽസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റീഇവാലുവേറ്റ് അവർ ലൈഫ്. ഇപ്പം നമ്മൾ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു റിച്വൽ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്യൂരിഫൈഡ് ആകും എന്ന് പറയുമ്പോഴത്തേക്കും വി കണ്ടക്ട് ദ റിച്വൽ. സോ വി റീഇവാലുവേറ്റ് അവർ ലൈഫ് ഓൾസോ, റൈറ്റ്? സോ റിച്വൽസ് ഹാസ് സച്ച് പർപ്പസ് ഇൻ ലൈഫ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റലക്ച്വൽ തിയറീസ് ഓഫ് റിലീജിയൻ ആണ്. നമുക്ക് ബേസിക്കലി രണ്ട് തിയറീസ് ആണുള്ളത്. ഒന്ന് നേച്ചർ മിത്ത് സ്കൂൾ തിയറി, പിന്നെ ഗോസ്റ്റ് തിയറി. സോ ഇന്റലക്ച്വൽ തിയറീസ് ഓഫ് റിലീജിയന്റെ ഫസ്റ്റ് നേച്ചർ മിത്ത് സ്കൂൾ എന്താണെന്ന് നോക്കാം. നേച്ചർ മിത്ത് സ്കൂൾ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്കൂളാണ്. ഇത് ഇൻഡോ യൂറോപ്യൻ റിലീജിയൻസിനെ പറ്റി ഡീൽ ചെയ്യുന്ന ഒരു സ്കൂളാണ്, വിച്ച് ഇസ് എ ജർമ്മൻ സ്കൂൾ. ആൻഡ് ഇതിന്റെ മെയിൻ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് മാക്സ് മില്ലർ ആണ്. ഓക്കെ. നേച്ചർ മിത്ത് സ്കൂളിന്റെ മെയിൻ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് മാക്സ് മില്ലർ ആണ്. സോ അക്കോർഡിംഗ് ടു ഹിം നാച്ചുറൽ ഒബ്ജക്ട്സ് ലൈക്ക് സൺ, മൂൺ, സ്റ്റാർസ് ഇതൊക്കെ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ, മെറ്റഫർ ആയിട്ട് ആൾക്കാർ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഏർലി ഹ്യൂമൻ ബീങ്സ് ഈ നാച്ചുറൽ ഒബ്ജക്ട്സിനെ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് കണ്ടിരുന്നു ആൾക്കാർ. ഓക്കെ. പക്ഷെ കാലം പോകുന്തോറും അല്ലെങ്കിൽ ബൈ ദി പാസേജ് ഓഫ് ടൈം ഈ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടി, അല്ലെങ്കിൽ അത് ഒരു സെപ്പറേറ്റഡ് ആയി. മാത്രമല്ല അതിൻ്റെ പേഴ്സോണിഫിക്കേഷൻ കൊടുത്തു, പേഴ്സണൽ ഐഡന്റിറ്റി കൊടുത്തു ഈ ഒരു സിമ്പിൾസിന്. സോ വൺസ് അഗൈൻ ഐ സേ സൺ, മൂൺ, സ്റ്റാർസ് ഇങ്ങനത്തെ നാച്ചുറൽ ഒബ്ജക്ട്സിനെ ഒരു ഇവരൊരു സിംബോളിക് റിപ്രസെന്റേഷൻ അല്ലെങ്കിൽ മെറ്റഫർ ആയിട്ട് കണക്കാക്കിയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ പിൽക്കാലത്ത് എന്ത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ അല്ലെങ്കിൽ സിംബോളിക് ഐഡന്റിറ്റി സെപ്പറേറ്റഡ് ആകാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ ഒരു മെറ്റഫറിസത്തിൽ നിന്നും അതൊരു സെപ്പറേറ്റഡ് ആവാൻ തുടങ്ങി. ആൻഡ് ദേ ഗോട്ട് പേഴ്സോണിഫൈഡ്, ഒരു പേഴ്സോണിഫിക്കേഷൻ വന്നു തുടങ്ങി ആസ് ഡയറ്റീസ് ആയിട്ട് പേഴ്സോണിഫിക്കേഷൻ വന്നു തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സൂര്യൻ. പക്ഷേ ഹിന്ദു മിത്തോളജിയിൽ അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് നമ്മളൊരു ദേവനായിട്ട് കണക്കാക്കാറുണ്ട്. ആൻഡ് വി ഹാവ് ടെമ്പിൾസ് ഫോർ സൺ ഗോഡ്, റൈറ്റ്? അതുപോലെ തന്നെ ചന്ദ്രനെ നമ്മൾ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യരൂപം കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു ഡൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വി വർഷിപ്പ് thunder, we worship sun, moon, stars, right? We worship wind, we worship the water, right? We worship them and we give a personification.
വി ഗിവ് പേഴ്സോണിഫിക്കേഷൻ ആൻഡ് വി ഐഡന്റിഫൈ ദം എസ് ഡൈറ്റീസ്. അപ്പൊ അതാണ് പിൽക്കാലത്ത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് മാക്സ് മില്ലർ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻ ബീങ്സിന് എന്തില്ല, ഈ ഒരു നാച്ചുറൽ ഫിനോമിനൻ ലൈക്ക് തണ്ടർ, ലൈറ്റ്നിങ് ഒക്കെ ഏർലി ഹ്യൂമൻ ബീങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അവർക്ക് ആക്ച്വലി റീസൺ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇവരെന്ത് ചെയ്യും, ഒരു ഓവില് അല്ലെങ്കിൽ ഒരു ഫിയറിൽ, റെസ്പെക്റ്റും ഫിയറും ഒരുമിച്ച് കൂടി ഇവരതിനെ വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നാണ് നേച്ചർ മിത്ത് സ്കൂൾ പറയുന്നത്. കാരണം നേച്ചറിൽ ഉണ്ടാവുന്ന മിത്തുകൾ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ലൈക്ക് ഫയർ, ദേ ഡിഡ്ന്റ് ഈവൻ നോ ഹൗ ഫയർ സ്റ്റാർട്ടഡ്. ഓക്കെ, ആദ്യം ഈ ഡ്രൈ ബാംബു സ്റ്റിക്സ് ഒക്കെ ഒരഞ്ഞ് ഫയർ ഉണ്ടാവുകയാണ്. പക്ഷെ ആൾക്കാർക്ക് അതിന് ഒരു റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. സോ ദേ വർഷിപ്പ് ഫയർ. അതുപോലെ തന്നെ തണ്ടർ ഉണ്ടാവുകയാണ്. ഇപ്പം ആകാശത്തോടെ ഒരു ഇടിമിന്നലൊക്കെ വരികയാണ്. സോ ദേ ഡു നോട്ട് നോ what this phenomenon is. അല്ലെങ്കിൽ ഒരു എന്താണ് ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു സുനാമി വരികയാണ്. പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ദീസ് ആർ. ഓക്കെ, ഈ ഫിനോമിനൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നു, ദേ ഡോണ്ട് നോ. സോ ഔട്ട് ഓഫ് റെസ്പെക്ട് ആൻഡ് ഫിയർ what they do, they worship them. They end up in worshipping these natural phenomena. So that's what nature myth school explains. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോസ്റ്റ് തിയറി ആണ്. ഇവിടെ സ്പെൻസറിനാണ് ഇമ്പോർട്ടൻറ്റ്. സ്പെൻസർ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന ബുക്കിനകത്ത് പറയുന്നുണ്ട്, പ്രിമിറ്റീവ് ഹ്യൂമൻസ് റാഷണൽ ആണ്. മറ്റേതിൽ പറയുന്നത് അത്ര റാഷണൽ അല്ല എന്നാണ് പറയുന്നത്. നേച്ചർ മിത്ത് സ്കൂൾ അവർ അത്ര റാഷണൽ അല്ല, റാഷണൽ എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് they end up in worshipping nature. നേച്ചറിലെ മിത്തുകളെ അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനൻ അവർ വർഷിപ്പ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ ഇതിനകത്ത് ഗോസ്റ്റ് തിയറിക്കകത്ത് സ്പെൻസർ സേസ് ദാറ്റ് പ്രിമിറ്റീവ് ഹ്യൂമൻസ് ആർ റാഷണൽ ആണ്, അവർക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ദേ ഹാഡ് ലിമിറ്റഡ് നോളജ്, വളരെ കുറച്ച് നോളജേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹി സജസ്റ്റ്സ് ഗോസ്റ്റ് തിയറി. ഓക്കെ, അപ്പം അവർക്ക് ഒരു ലേ പേഴ്സൺസ് ഡുവാലിറ്റി എന്ന് പറയുന്ന ഐഡിയ കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലേ പേഴ്സൺസ് ഡുവാലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ അവർക്ക് ഡ്രീമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് ഡ്രീം സെൽഫും ഷാഡോ സെൽഫും അങ്ങനെ രണ്ടായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് പറയുവാണ്, ഡ്രീം സെൽഫ് എന്ന് പറയുന്നത് നൈറ്റിൽ മൂവ് അറൗണ്ട് ചെയ്യുന്ന ഒരു സെൽഫാണ്, എന്നാൽ ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ ആക്ട് ചെയ്യുന്നതാണ് ഷാഡോ സെൽഫ്. അങ്ങനെ രണ്ടായിട്ട് അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്യുവാണ്. എന്നിട്ട് പറയാണ് ഇതേ ഐഡിയ, അതായത് രാത്രി നമ്മുടെ ഡ്രീം സെൽഫ് രാത്രി മൂവ് അറൗണ്ട് ചെയ്യും, എന്നാൽ നമ്മുടെ ഷാഡോ സെൽഫ് രാവിലെ ആക്ട് ചെയ്യും എന്ന് പറയാണ്. എന്നിട്ട് ഈ ഒരു ഐഡിയ അവർ പ്ലാന്റ്സിനും അനിമൽസിനും ഈവൻ മെറ്റീരിയൽ ഒബ്ജക്ട്സിനും അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെൻസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രീമിൽ ഒരു ഡെഡ് പേഴ്സൺ വരുവാണെങ്കിൽ ദാറ്റ് ഇസ് എൻ എവിഡൻസ്, ഒരു എവിഡൻസ് ആണ്. എന്തിനുള്ള എവിഡൻസ്? ടെമ്പററി ആഫ്റ്റർ ലൈഫിനുള്ള ഒരു എവിഡൻസ് ആണ്. നമ്മുടെ ഡ്രീമിനകത്തൊരു ഡെഡ് പേഴ്സൺ വരുവാണെങ്കിൽ നമ്മുടെ ടെമ്പററി ആഫ്റ്റർ ലൈഫിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്, ഗോസ്റ്റ് തിയറിക്കകത്ത് സ്പെൻസർ പറയുന്നത്. ഇപ്പൊ ഇൻ സിമ്പിൾ സൊസൈറ്റീസിൽ അവർ ഇതാണ് വിശ്വസിച്ചിരുന്നത്, നമ്മുടെ മനസ്സിൽ ഡെഡ് പേഴ്സൺ നമ്മുടെ ഡ്രീമിൽ വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ദേ ലിവ് ഇൻ ആൻ ആഫ്റ്റർ ലൈഫ്. അപ്പം ഇത് ഒരു എവിഡൻസ് ആയിട്ട് ഇവർ കണക്കാക്കുകയാണ്. കാരണം കണ്ടില്ലേ, നമ്മുടെ ഡ്രീം സെൽഫിനകത്ത് മരിച്ചുപോയ ആൾക്കാർ വരികയാണ്. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ ടെമ്പററി ആഫ്റ്റർ ലൈഫ് എന്ന് സിമ്പിൾ സൊസൈറ്റിയിൽ ആൾക്കാർ വിശ്വസിക്കുവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് പതിയെ ഗോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് മാറി വരികയാണ്. ഗോസ്റ്റ് എക്സിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിലൂടെ ഈ ഒരു ടെമ്പററി ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ സീയിങ് ഡെഡ് പേഴ്സൺ ഇൻ ദെയർ ഡ്രീംസ്, ഇത് ഗോസ്റ്റ് എന്ന കോൺസെപ്റ്റിലോട്ട് കൺക്ലൂഡഡ് ആവുകയാണ്. അപ്പം എന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഗോസ്റ്റ് എന്ന ഐഡിയ പതുക്കെ ഗോഡ് എന്ന ഐഡിയയിലോട്ട് മാറുകയാണ്. ഗോസ്റ്റ് എന്ന് പറയുന്നത് ഗോസ്റ്റ് എന്ന് പറയുന്നത് പ്രോബബ്ലി ഇവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റ് ആയിരിക്കും അവർ കാണുന്നത്. ആൻസിസ്റ്റേഴ്സ് കമ്മിങ് ടു ദർ ഡ്രീം, മരിച്ചുപോയ ആൻസിസ്റ്റേഴ്സ് അവരുടെ ഡ്രീമിൽ വരുന്നതായിട്ടായിരിക്കും അവർ കാണുന്നത്. സോ ഗോസ്റ്റ് ഈസ് പ്രോബബ്ലി ദി ആൻസിസ്റ്റേഴ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പം ഈ ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റ് പതിയെ ഗോഡായിട്ട് അവർ കൺസിഡർ ചെയ്യണം. കാരണം ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റിനകത്ത് ഗോസ്റ്റിനോട് ഇവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പം അത് നടക്കുമ്പോഴത്തേക്കും അവർ ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റിനെ വർഷിപ്പ് ചെയ്യാണ്. അപ്പം അതൊക്കെ അതൊരു ഗോഡ്ലി നേച്ചറായിട്ട്, അവരുടെ ഡിവൈൻ നേച്ചറായിട്ട് മാറുകയാണ്. അപ്പം ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റ് എന്ത് ചെയ്യും? ആൻസിസ്റ്റേഴ്സ് ബിക്കംസ് ഡിവൈൻ ബീങ്സ്. അപ്പൊ അവർ ആൻസിസ്റ്റേഴ്സിനെ പതിയെ ഗോഡിന്റെ ഒരു സ്ഥാനം കൊടുക്കുകയാണ്. പതിയെ അവർ ആൻസിസ്റ്റേഴ്സിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗോസ്റ്റ് എന്ന് പറയുന്നത്, ആൻസിസ്റ്റേഴ്സിന്റെ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു
ഒരു ഡിവിനിറ്റി കൊടുക്കുന്ന ഒരു ഡിവൈൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഹിന്ദുയിസത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൽത്തറ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് തന്നെയാണ്. ദേ വർഷിപ്പ് ആൻസിസ്റ്റേഴ്സ്, ദേ ബിൽഡ് എ ടെമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ഫോർ ആൻസിസ്റ്റേഴ്സ് ആൻഡ് ദേ വർഷിപ്പ് ആൻസിസ്റ്റേഴ്സ്. അവർ ലൈറ്റ് ദീപം കത്തിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യും. ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ആൽത്തറ. സോ in this, people worship their ancestors and give an identity of divinity അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. ഓക്കെ, ഇത് കൊടുക്കുകയാണ്. സോ സ്പെൻസർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് എല്ലാ റിലീജിയൻ്റെയും റൂട്ട് എന്ന് പറയുന്നത് ആൻസിസ്റ്റർ വർഷിപ്പിലൂടെയാണ് വരുന്നത് എന്നാണ് സ്പെൻസർ പറയുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഗോസ്റ്റ് തിയറി. സോ അടുത്തതായിട്ട് നമ്മൾ സോൾ തിയറി അല്ലെങ്കിൽ അനിമിസത്തിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ സോൾ തിയറി അനിമിസം എന്ന് പറയുന്നത് ഇതൊരു ബിലീഫ് സിസ്റ്റമാണ്. സോ ഇതിനകത്ത് ഇവർ പറയുന്നത് എല്ലാത്തിനും സോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബീറ്റ് പ്ലാന്റ്സ്, ബീറ്റ് ആനിമൽസ്, ഈവൻ ജീവനില്ലാത്ത റോക്സ്, റിവേഴ്സ്, വെതർ സിസ്റ്റംസ്, ഇതിനെല്ലാത്തിനും ഒരു സോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എസൻസ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? അനിമിസത്തിനകത്ത് പറയുന്നത്. എല്ലാത്തിനും ഒരു സോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എസൻസ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് അനിമിസത്തിനകത്ത് പറയുന്നത്. സോ ഇതിനൊരു ഏജൻസി, ഒരു ഫ്രീ വിൽ ഉണ്ട് എന്നാണ് അനിമിസത്തിനകത്ത് അവർ ആർഗ്യൂ ചെയ്യുന്നത്. ഒരു ഫ്രീ വിൽ ഉണ്ട്. ഓൾസോ സോഷ്യൽ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റുമാണ് അനിമിസം എന്ന് പറയുന്നുണ്ട്. സോ the word animism comes from the Latin word anima. Anima എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് animism എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ the word anima means soul or ലൈഫ് അല്ലെങ്കിൽ സോൾ എന്നാണ് ഈ ഒരു ലാറ്റിൻ വേർഡ്. ദാറ്റ് ഇസ് അനിമ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സോൾ അല്ലെങ്കിൽ ലൈഫ് എന്നാണ്. അപ്പൊ ഇതിനാണ് അനിമിസം എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സർ എഡ്വേർഡ് ടൈലേഴ്സ് തിയറി നോക്കാം. അദ്ദേഹത്തിന്റെ തിയറിയാണ് തിയറി ഓഫ് അനിമിസം. ഓക്കെ, ഇതൊരു ആന്ത്രോപോജനിക് തിയറിയാണ്. അദ്ദേഹം പറയുന്നത് സോളാണ് എല്ലാ സ്പിരിച്വൽ ബീങ്സിന്റെയും ഒറിജിനൽ കോൺസെപ്ഷൻ എന്ന് പറയുന്നത് സോൾ ആണെന്നാണ് പറയുന്നത്. എല്ലാ സ്പിരിച്വാലിറ്റിയുടെയും ഒറിജിനൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സോൾ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈവൻ ഡീമൻസിന്റെയും ഡൈറ്റീസിന്റെയും എല്ലാത്തിന്റെയും ഒരു ബേസിക് കോൺസെപ്ഷൻ എന്ന് പറയുന്നത് സോൾ ആണ് എന്നാണ് ടൈലർ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാജിക് എന്താണെന്ന് നോക്കാം. ദ ഡിപ്പെൻഡൻസ് ഓൺ മാജിക്. ഓക്കെ, ഇതിനകത്ത് ഫ്രേസർ എന്ന് പറയുന്ന തിങ്കറിന്റെ ഐഡിയ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഫ്രേസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രേസർ മാജിക്കിനെ ഒരു സെമി സയന്റിഫിക് ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. മാജിക് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ആക്ടിവിറ്റി അല്ല പൂർണ്ണമായിട്ട്, പക്ഷെ ഒരു റാഷണൽ ഐഡന്റിറ്റി ഉണ്ട്, ഒരു ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് മാജിക് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം സെമി സയന്റിഫിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫുള്ളി സയന്റിഫിക് അല്ല, പക്ഷെ കുറച്ചൊക്കെ ഒരു സൂപ്പർ നാച്ചുറാലിറ്റി ഒക്കെ ആഡ് ചെയ്ത് പക്ഷേ എന്നാൽ സയന്റിഫിക് ലോജിക്കും വെച്ചിട്ട് ഉള്ളൊരു ആക്ടിവിറ്റി ആണ് മാജിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഹി കോൾഡ് ഇറ്റ് എ സെമി സയന്റിഫിക് ആക്ടിവിറ്റി. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇതിന്റെ പിന്നിലൊരു മാജിക്കിന് പിന്നിലൊരു റീസണിങ് കാണും, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ കണക്ഷൻ കാണും, എന്നാലേ മാജിക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നത് മാജിക് എന്ന് പറയുന്നത് ഒരു ബാസ്റ്റർഡ് സിസ്റ്റർ ഓഫ് സയൻസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. സയൻസ് അല്ല, സയൻസിന്റെ ഒരു ബാസ്റ്റർഡ് സിസ്റ്റർ ആണെന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് 2 ടൈപ്സ് ഓഫ് മാജിക് ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രിമിറ്റീവ് പീപ്പിൾ 2 ടൈപ്പ് ഓഫ് മാജിക് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇസ് ഹോമിയോപാത്തിക് ഓർ ഇമിറ്റേറ്റീവ് മാജിക്. രണ്ടാമത്തെന്ന് പറയുന്നത് കോണ്ടാജിയസ് മാജിക്. ഓക്കെ, ഫസ്റ്റ് വണ് ഹോമിയോപത്തിക് ഓർ ഇമിറ്റേറ്റീവ് മാജിക് ആണ്. അതെന്താന്ന് നോക്കാം. അപ്പം ഈ ഒരു ഹോമിയോപത്തിക് ഓർ ഇമിറ്റേറ്റീവ് മാജിക് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയനെ റിവോൾവ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഒരാളായിട്ട് സങ്കല്പിച്ച് അത് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കാണ്, ചെറിയൊരു ഡോള് പോലത്തെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരാളായിട്ട് അതിനെ സങ്കല്പിക്കുവാണ്. സോ ദിസ് ഡോൾ ഇസ് ടു ബി ഇമാജിൻഡ് ആസ് എ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ പേഴ്സൺ എ. എന്നിട്ട് അയാളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഇവർ കുറച്ച് റിച്വൽ പ്രാക്ടീസസ് കണ്ടക്ട് ചെയ്ത് ഈ പ്രതിമനെ സ്റ്റാബ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അത് നശിപ്പിക്കുവാണ്. അപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരാളെ കൊല്ലാനായിട്ട് ഒരു മന്ത്രവാദി വന്ന് പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമേനെ സ്റ്റാബ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്ത് റിയൽ ലൈഫിൽ അയാൾക്ക് കുത്തുകൊള്ളുന്നതും ചോര ഛർദ്ദിച്ച് തുപ്പുന്നൊക്കെ അങ്ങനത്തെ ഫിലിംസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമിയോപത്തിക് ഓർ ഇമിറ്റേറ്റീവ് മാജിക്. ഇവിടെ ഒരാളുടെ സോളിനെ ആവാഹിച്ച് സോളായിട്ടൊക്കെ സങ്കല്പിച്ച് വെച്ചിട്ട് ഇതിനെ എന്തെങ്കിലും ചെയ്യുമ്പം ഇൻ ടേൺ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് റിയൽ ലൈഫ് ആളുടെ നേർക്ക് പ്രയോഗിക്കുന്ന ഒരു കാര്യമായിട്ടത് മാറും.
ഓക്കെ, ദിസ് ഈസ് സംടൈംസ് എക്സ്പ്രസ്ഡ് as ബ്ലാക്ക് മാജിക് and all. അപ്പം അല്ലെങ്കിൽ ഇപ്പം ഒരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് എടുത്ത് വെച്ചിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, ഇൻ വിച്ച് മീൻസ് ഈ ആക്ഷൻ ഇംപ്ലൈ ചെയ്യുന്നത് റിയൽ ലൈഫിൽ അയാൾക്കൊരു ദോഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹോമിയോപ്പത്തിക് ഓർ ഇമിറ്റേറ്റീവ് മാജിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിച്വൽ ഡാൻസസ് ടു ഇമിറ്റേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫുഡ് ടു സെക്യൂർ ആൻ അബണ്ടൻറ്റ് സപ്ലൈ. ഒരു അബണ്ടൻറ്റ് സപ്ലൈക്ക് വേണ്ടി ഒരു റിച്വൽ ഡാൻസ് കളിക്കുകയാണ്. അത് ഈ റിച്വൽ ഡാൻസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എന്താണ് ഫുഡിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള റിച്വൽ ഡാൻസ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇമിറ്റേറ്റീവ് മാജിക് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാജിക് എന്ന് പറയുന്നത് കണ്ടാജിയസ് മാജിക് ആണ്. കണ്ടാജിയസ് മാജിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ലോ ഓഫ് കണ്ടാജിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാജിക് വർക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്താണ്, തിങ്സ് വിച്ച് കം ഇൻ ടു കോണ്ടാക്ട് വിൽ ഓൾവേസ് റിമെയിൻ ഇൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇപ്പം നമ്മുടെ കയ്യിലോട്ട് കോണ്ടാക്ട്സിൽ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി എ പാർട്ട് ഓഫ് മീ. ഇത് ബേസിക്കലി ട്രൈബൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ബിലീഫാണ്. വിച്ച് മീൻസ് ഇപ്പം എനിക്ക് ഒരു ബിലോങ്ങിങ് ഉണ്ട്, ലൈക്ക് ഇറ്റ് ക്യാൻ ബി മൈ ക്ലോത്ത് ഓർ എൻ ആർട്ടിക്കിൾ ഇൻ മൈ ഹാൻഡ്, എനിത്തിങ്. ഇപ്പം ഇത് എൻ്റെ പെൻസിലാണെങ്കിൽ ഇത് എൻ്റെ ബിലോങ്ങിങ് ആണ്. അപ്പം എൻ്റെ കൈവശമുള്ള എല്ലാ സാധനത്തിനും ഇറ്റ് റിപ്രസെൻറ്റ്സ് എ പാർട്ട് ഓഫ് മൈ സെൽഫ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. ഈവൻ ആഫ്റ്റർ ഡെത്ത് ഇത് അയാളുടെ ഒരു റെപ്രസെൻറ്റേഷൻ, അയാളുടെ ഒരു പാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ എൻ്റെ റിപ്രസെൻറ്റേഷൻ ഉണ്ടാകും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സോ ഇത് ഓഫൻ മജീഷ്യൻസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ചില സമയത്ത് ആൾക്കാർ മരിച്ചു പോയിട്ട് ആൾക്കാരുടെ ആ മരിച്ച ആൾക്കാരുടെ ഡ്രസ്സ് എടുത്തിട്ട് റിച്വൽസ് കണ്ടക്ട് ചെയ്യാം. സോ ഇതിന് യൂഷ്വലി ഒരു നെഗറ്റീവ് പേർപ്പസ് ആണ് ഉള്ളത്. ഇത്തരം റിച്വൽസിന് ഒരു നെഗറ്റീവ് പേർപ്പസ് ആണ് ആക്ച്വലി സൊസൈറ്റി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ റിച്വൽസ് മജീഷ്യൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓവർ പീസ് ഓഫ് ക്ലോത്ത് ആയിരിക്കാം, മേ ബി, അല്ലെങ്കിൽ നെയിലായിരിക്കും, അല്ലെങ്കിൽ മരിച്ച ആൾക്കാരുടെ ഹെയർ മുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മരിച്ച ആൾക്കാരുടെ ഹെയർ തറ കിടക്കുമ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കാം. സോ മജീഷ്യൻസ് കണ്ടക്ട് ദീസ് റിച്വൽസ് which includes the belongings of a person. ഓക്കെ, അപ്പം മരിച്ച ആൾക്കാരുടെ തന്നെ ആവണമെന്നില്ല, ഈവൻ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ. ഇപ്പം നമ്മൾ പണ്ട് പറയും മുടി വെട്ടരുത്, മുടി വെട്ടിയിട്ട് താഴെ ഇടരുത്, കത്തിച്ച് കളയണം എന്ന് പറയും, അല്ലെങ്കിൽ നഖം വെട്ടിയിട്ട് കുഴിച്ചിടണം എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ബ്ലാക്ക് മജീഷ്യൻസ് അന്നത്തെ കാലത്ത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഈ ഇത്തരം നമുക്കെതിരായിട്ട് ആർക്കെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് അവർ റിച്വൽസ് നടത്തിയിട്ട് നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സ്പിരിച്വലി അവർ ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം മരിച്ച ആൾക്കാരെല്ലാം നമ്മുടെ ഒരു പാർട്ട് ഓഫ് അവർ തിങ്, ഇറ്റ് ക്യാൻ ബി അവർ ക്ലോത്ത്സ്, ഹെയർ, നെയിൽസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവർ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, മുടി വെട്ടരുത്, മുടി വെട്ടിയിട്ട് തറയിട്ടരുത്, അതിനെടുത്ത് കത്തിച്ച് കളയണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഓക്കെ, അപ്പം യൂഷ്വലി ഇത്തരം കാര്യത്തിന് ഒരു നെഗറ്റീവ് പേർപ്പസ് ആണ് സൊസൈറ്റി ക്ലെയിം ചെയ്യാറ്. ഓക്കെ, ദാറ്റ് ഈസ് ദ 2 ടൈപ്സ് ഓഫ് മാജിക്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോട്ടമിസം എന്നാണ്. ടോട്ടമിസം എന്താണ്? ഇറ്റ് ഈസ് എൻ എലമെന്ററി ഫോം ഓഫ് റിലീജിയൻ. സോ ടോട്ടമിസം ആസ് എൻ എലമെന്ററി ഫോം ഓഫ് റിലീജിയൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടോട്ടമിസം എന്ന് പറയുന്നതും ഒരു ബിലീഫ് സിസ്റ്റമാണ്. അതിനകത്ത് ഒരു ആൾക്കാർക്കൊരു മിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു കിൻഷിപ്പ് റിലേഷൻഷിപ്പ് കാണും. ഒരു സ്പിരിച്വൽ ബീയിങ്ങുമായിട്ടൊരു കിൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ആൾക്കാർക്ക് കാണും. ദാറ്റ് ഇസ് ടോട്ടമിസം. ഓക്കെ, ടോട്ടമിസം ക്യാൻ ബി ആനിമൽ ഓർ പ്ലാന്റ്. ആനിമൽ ആകാം, പ്ലാന്റ് ആകാം. ഓക്കെ, ഇനി the spirit being or totem is thought to act as a symbol or an emblem for an individual or a group of people. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ തന്നെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു റിപ്രസെന്റേറ്റീവ് ഫോം ആയിട്ട് ടോട്ടം വർക്ക് ചെയ്യാറുണ്ട്. ടോട്ടം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എംബ്ലം പോലെ ആക്ട് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഒരു ഓക്ക് ട്രീ, ടേർട്ടിൽ. ഇപ്പോൾ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടേർട്ടിലിനെ വർഷിപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ടേർട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എംബ്ലം ഓഫ് റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത് ടേർട്ടിലായിരിക്കും. സിമിലർലി ഇറ്റ് ഈസ് സെയിം വിത്ത് ഓക്ക് ട്രീ. ചില ആൾക്കാർ ഓക്ക് ട്രീനെ വർഷിപ്പ് ചെയ്യും. അപ്പം അവരുടെ ഒരു സെക്ട് അല്ലെങ്കിൽ ഒരു കൾട്ട് എന്ന് പറയുന്നത് ഓക്ക് ട്രീ വർഷിപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ അതിനെ വർഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഐഡന്റിറ്റി വിൽ ബി സിമിലർ ടു സംതിങ് സിമിലർ ടു ദിസ്. അപ്പം ടോട്ടം എന്ന് പറയുന്ന ഒരു എംബ്ലം ആയിട്ട് വർക്ക് ചെയ്യും, ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ടോട്ടമിസം മേ ഹാവ് ബിഗൺ ഉണ്ടാവുന്നത് ഇപ്പം ആൾക്കാരെന്താണ് ആനിമൽസും പ്ലാന്റ്സും തമ്മിലൊരു ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കാം ടോട്ടമൊക്കെ ഉണ്ടായിരിക്കുന്നത്.
അതായത് ചില എന്താണ് പ്ലാന്റ്സ് നമുക്ക് ഇത്തരം പ്ലാന്റ്സിന് അല്ലെങ്കിൽ കുറച്ച് അനിമൽസ് ആയിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റിലായിരിക്കാം ടോട്ടം ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ടോട്ടം എന്ന് പറയുന്നത് ആൾക്കാർ ക്ലാൻ ഐഡന്റിറ്റി എന്താണ് തിരിച്ചറിയാനായിട്ട്, ആൾക്കാരുടെ ക്ലാൻ ഐഡന്റിറ്റി തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ക്ലാൻസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ടോട്ടം എംബ്ലം വെച്ച് അവർ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടോട്ടംസ് ആർ യൂസ് ടു ഐഡന്റിഫൈ പേഴ്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഐഡന്റിറ്റി ടു ദെയർ ക്ലാൻ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം അതർ ഗ്രൂപ്പ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു ടോട്ടം ഒരു എംബ്ലമാണ്. അതുപോലെ തന്നെ അതൊരു ഐഡന്റിറ്റി, ഒരു പേഴ്സൺ ഒരു ഗ്രൂപ്പിലോട്ടുള്ള ഐഡന്റിറ്റി ടോട്ടം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ടോട്ടം റിച്വൽസിലും എംപ്ലോയിഡ് ആണ്, റിലീജിയസ് സെറമണീസിലും എംപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ ടോട്ടമിന് ഒരു റിലീജിയസ് ക്യാരക്ടറാണ് കൊടുക്കുന്നത്. ടോട്ടം ഓൾവേസ് ഹാസ് എ റിലീജിയസ് ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് സേക്രഡ് ആൻഡ് പ്രൊഫെയിൻ ആണ്. സോ വാട്ട് ഇസ് സേക്രഡ്? സേക്രഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലീജിയസ് പേർപ്പസുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഗോഡ്. ഞാൻ നേരത്തെ പറയുമ്പോൾ സേക്രഡ് എന്ന് പറയുന്നത് ഒരു ഡിവിനിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എസൻസ് ഉള്ള ഒരു കാര്യമായിരിക്കും. ഓൾവേസ് സേക്രഡ് തിങ്സ് വിൽ ബി ഓൾവേസ് റിലേറ്റഡ് ടു ഗോഡ്. ഇപ്പം നമുക്ക് ഇപ്പം ബൈബിൾ സീക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഹോളിയാണ് സീക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഗോഡ്, ബിക്കോസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇതൊക്കെ ദൈവത്തിന്റെ വചനങ്ങളായിട്ടാണ് അവർ പറയുന്നത്. അപ്പം ബൈബിൾ ഹാസ് എ സീക്രഡ് ടച്ച്. അപ്പം സീക്രഡ് ആയിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ ഇപ്പം ചിലപ്പം പിൽഗ്രിമേജ് സൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷ്രൗഡ് ഓഫ് ടൂറിനിൽ അവർ ആ ഒരു പിൽഗ്രിമേജിൽ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺസിഡർഡ് സീക്രഡ് ഫോർ ദെയർ റിലീജിയസ് beliefs. Okay, it is done to strengthen their religious beliefs actually. അതുപോലെ തന്നെ ആൾക്കാർ അതിനെ റെസ്പെക്റ്റോടെയും എന്താണ് വളരെ ഡിഗ്നിറ്റിയോടെയും ഡിവൈൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് സേക്രഡ്. ഇനി പ്രൊഫൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേക്രഡ് അല്ലാത്ത കാര്യങ്ങളാണ് പ്രൊഫൈൻ. തിങ്സ് ദാറ്റ് ആർ നോട്ട് കൺസിഡർഡ് സീക്രഡ് ഓർ റിലീജിയസ് ആയിട്ടും സീക്രഡ് ആയിട്ടും കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളാണ് പ്രൊഫൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ്, ഓർഡിനറി ആക്ടിവിറ്റീസ് ആണ് പ്രൊഫൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഡിവിനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് കണക്ട് ചെയ്യാത്ത നമ്മുടെ ഡേ ടു ഡേ ഓർഡിനറി ആക്ടിവിറ്റീസ് ആണ് പ്രൊഫൈൻ. അതിനൊരു സെക്യുലർ നേച്ചറാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൻ തിങ്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകാം? പീപ്പിൾ, ദെയർ ബിഹേവിയേഴ്സ്, പ്ലേസസ്, ഫിസിക്കൽ ഐറ്റംസ് എല്ലാം പ്രൊഫൈൻ തിങ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് റിലീജിയൻ ആൻഡ് മാജിക് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സോഷ്യൽ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചറാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് സ്പിരിച്വൽ ഫോഴ്സും ഹ്യൂമൻസും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് റിലീജിയൻ. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആസ് എ ഹ്യൂമൻ ആൻഡ് നമ്മുടെ ഡയറ്റി ആസ് എ സ്പിരിച്വൽ ബീങ്, അത് തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മളവിടെ കാണുന്നത് ഒരു റിലീജിയനിൽ വരുമ്പോഴത്തേക്ക്. ഓക്കെ, റിലീജിയൻ ഇസ് ഓഫൻ കമ്മ്യൂണൽ ആണ് റിലീജിയൻ. അതുപോലെ തന്നെ അഥറൻസ് ടു adherence bounded by shared beliefs. Okay, ഒരു ടുഗദർ സെൻസ് ഓഫ് ടുഗദർനെസ് ഉണ്ട്, ഒരു ഷെയർഡ് ബിലീഫ് കാരണം ഉണ്ടാകുന്ന ഒരു യൂണിറ്റി ഉണ്ടാകും റിലീജിയനിൽ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയൻ്റെ ഒരു ഐഡിയനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ റിലീജിയനിലുള്ള ആൾക്കാർ ഒത്തുകൂടും. അവരുടെ ഐഡന്റിറ്റി, അവരുടെ ഷെയർഡ് ബിലീഫ് ക്വസ്റ്റ്യൻ ചെയ്തതിനോട്ടുള്ള അവരൊരു ഒരു ഡിസിൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അവരുടെ ഷെയർഡ് ബിലീഫാണ് അവരെ യുണൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അവരൊരു ടുഗദർനെസ് കണ്ടുപിടിക്കും ബിക്കോസ് ഓഫ് ദ ഷെയർഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് റിലീജിയൻ. റിലീജിയൻ ഒരു കമ്മ്യൂണൽ നേച്ചറാണ് ഉള്ളത്. ഓൾറൈറ്റ്, ഇനി മാജിക് എന്താണെന്ന് നോക്കാം. മാജിക് എന്ന് പറയുന്നത് റിലീജിയനെ പോലെയല്ല, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആക്ഷനാണ്. ഒരാളുടെ ഒരു ആക്ഷൻ ആയിരിക്കും മാജിക് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ടുഗദർനെസ് ഒന്നും ഇല്ലായിരിക്കും. മാജിക്കിൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത് സ്പിരിച്വൽ പവേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു പേഴ്സണൽ ഗോൾ അച്ചീവ്മെന്റ് പോലെയൊക്കെ ആക്കും. ഓക്കെ, മാജിക് ചെയ്തിട്ട് സ്പിരിച്വൽ പവറിന്റെ ഒരു ഐഡന്റിറ്റിയിൽ ഒരു പേഴ്സണൽ ഗോൾ അറ്റൈൻ ചെയ്യാനായിരിക്കും മിക്കവാറും മാജിക്സിൽ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, മാജിക് ഇസ് ഓഫൻ ക്യാരക്ടറൈസ്ഡ് ആസ് എക്സ്റ്റേണൽ, ഇംപേഴ്സണൽ ആൻഡ് മെക്കാനിക്കൽ. അപ്പം മാജിക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ, ഇംപേഴ്സണൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ നമുക്കിനി ഡിഫറൻസസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് മാജിക് എന്താണെന്ന് നോക്കാം.
സോ ഡിഫറൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം റിലീജിയൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ലെസ് പേർപ്പസ് മോട്ടിവേറ്റഡ് ആണ്. ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി ആയിരിക്കത്തില്ല റിലീജിയൻ നിൽക്കുന്നത്, കുറച്ചുകൂടെ അതൊരു ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ മാജിക് എന്ന് പറയുന്നത് അതൊരു ക്ലിയർ ആൻഡ് പേർപ്പസ് മോട്ടിവേറ്റഡ് ആയിരിക്കും. മാജിക് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഗോൾസിന് വേണ്ടിയിട്ടായിരിക്കും മാജിക് നിൽക്കുന്നത്. അതായത് പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയായിരിക്കും മാജിക് നിൽക്കുന്നത്. പക്ഷെ റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു ഗോളിന് വേണ്ടി, പെട്ടെന്നുള്ള ഒരു ഗോളിന് വേണ്ടി ആയിരിക്കത്തില്ല റിലീജിയൻ. വി ഓൾ നോ അത് ഒരു ലോങ് ടേം അച്ചീവ്മെന്റിന് വേണ്ടിയാണ് റിലീജിയൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിലീജിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഗോളിന് വേണ്ടിയായിരിക്കും. പക്ഷെ മാജിക് ഇസ് അതർവൈസ് എന്ന് വെച്ചാൽ മാജിക് ഒരു ക്ലിയർ ആൻഡ് ഇമ്മീഡിയറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് നോക്കുവാണെങ്കിലും റിലീജിയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പേഴ്സണലാണ്. ഓൾറൈറ്റ്, നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ. പക്ഷെ മാജിക് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റീവ് ആണ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാജിക്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നിട്ട് നമ്മൾ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാജിക്. നമ്മളിതൊക്കെ ഫിലിംസിലൊക്കെ കാണാറുണ്ട്. ഫിലിംസിൽ ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് ഫോഴ്സ്ഫുള്ളി അയാളുടെ മാജിക് എക്സസൈസ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. സോ ദാറ്റ് ഇസ് മാനിപ്പുലേറ്റീവ് ഓൾസോ ഇൻസ്ട്രുമെന്റൽ കോഴ്സ്. ഇനി ആക്ഷൻ വൈസ് നോക്കുകയാണെങ്കിലും റിലീജിയന് ഒരു പ്രൊഫഷണൽ സ്കിൽ ആവശ്യമില്ല. പക്ഷെ മാജിക്കിന് പ്രൊഫഷണൽ സ്കിൽ ആവശ്യമാണ്. എന്നാലേ അവർക്ക് ആ ഒരു സ്പിരിച്വൽ ഐഡിയൻ്റെ ബേസിസിൽ ഇവർക്ക് മാജിക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല പ്രൊഫഷണലിസം ആവശ്യമാണ്, ഇവർക്ക് പ്രാക്ടീസും പ്രൊഫഷണലിസവും ആവശ്യമാണ് മാജിക്കിൽ. റിലീജിയനിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ റിലീജിയൻ കുറച്ചുകൂടെ പോസിറ്റീവ് ഫങ്ഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ മാജിക് എന്ന് പറയുന്നത് ആക്ച്വലി കൗണ്ടർ, ദാറ്റ് ഈസ് മാജിക് ആക്ച്വലി വർക്ക്സ് ഇസ് കൗണ്ടർ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റൽ ഇൻട്രസ്റ്റിന് കൗണ്ടർ ആയിട്ടാണ് മാജിക് വർക്ക് ചെയ്യുന്നത്. പക്ഷേ വേറസ് റിലീജിയൻ ഇസ് ലൈക്ക് ആക്ച്വലി പോസിറ്റീവ്. റിലീജിയൻ പ്രൊമോട്ട്സ് പോസിറ്റീവ് സോഷ്യൽ ഫങ്ഷൻസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും റിലീജിയനും മാജിക്കും ബോത്ത് ആർ മിസ്റ്റീരിയസ്. റിലീജിയനും മാജിക്കും രണ്ടും മിസ്റ്റീരിയസ് ആണ് ടു ദ വേൾഡ്. കാരണം റിലീജിയനും എക്സാക്ട്ലി സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ലാതെ ഉള്ളൊരു കാര്യമാണ്. നമ്മളൊരു സ്പിരിച്വൽ ബീയിങ്ങിലാണ് വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിലാണ് വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവറി റിലീജിയൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്പിരിച്വൽ സൂപ്പർ നാച്ചുറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഐഡിയ. അപ്പം നമ്മൾ മിസ്റ്റീരിയസ് ആണ്. നമുക്ക് ദൈവമുണ്ടെന്ന് ദൈവത്തിനെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് മിസ്റ്റീരിയസ് ടു ദ വേൾഡ്. അതുപോലെ തന്നെ ഇറ്റ് ബോത്ത് ആർ ഇൻസ്പയർഡ് ബൈ ദി മിസ്റ്ററി ഓഫ് ക്രിയേഷൻ. ഓക്കെ, രണ്ടും മിസ്റ്ററി ഓഫ് ക്രിയേഷൻ്റെ ഒരു മിസ്റ്ററി കാരണം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടും, റിലീജിയനും മാജിക്കും. അതുപോലെ തന്നെ രണ്ടിനും കളക്റ്റീവ് ആക്ഷൻ ആണുള്ളത്. രണ്ടും ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു പ്രാക്ടിക്കൽ പേർപ്പസ്. അതായത് നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിൽ നിന്നും സെൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ഈ ബോത്ത് റിലീജിയനും മാജിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടിലും ഇപ്പം ഫോർ എക്സാമ്പിൾ റിലീജിയൻ എടുത്താൽ ചില സമയത്ത് പ്രീസ്റ്റ് തന്നെ ആയിരിക്കും മാജിക്കൽ റോൾസ് പെർഫോം ചെയ്യുക, റിച്വൽസും ഇപ്പം മന്ത്രവാദം പെർഫോം ചെയ്യുന്ന പ്രീസ്റ്റ് തന്നെ ആയിരിക്കും. സോ ബോത്ത് ദ പ്രീസ്റ്റ് ആൻഡ് മജീഷ്യൻസ് ആർ ഓഫൻ കമ്പൈൻഡ് ഇൻ വൺ പേഴ്സൺ. ദീസ് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് മാജിക്. ഇനി റിലീജിയൻ ആൻഡ് സയൻസ് എന്താണെന്ന് നോക്കാം. സോ റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എമാൽ ദർക്കെയിം പറയുന്നത്, അല്ലെങ്കിൽ എമാൽ ദർക്കെയിം വിശ്വസിക്കുന്നത് റിലീജിയനും സയൻസും ഏകദേശം സിമിലർ ആണ് എന്നാണ് എമാൽ ദർക്കെയിം പറയുന്നത്. അതുപോലെ തന്നെ റിലീജിയൻ ആണ് സയൻസിന്റെ സ്പിരിറ്റിന് ബേസിസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലീജിയൻ ക്രിയേറ്റഡ് ദ സ്പിരിറ്റ് ഓഫ് സയൻസ് എന്നാണ് എമാൽ ദർക്കെയിം പറയുന്നത്. റിലീജിയസ് ഐഡിയാസ് ആണ് സയൻസിന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നാണ് എമാൽ ദർക്കെയിം പറയുന്നത്. ഓക്കെ, അപ്പം എമാൽ ദർക്കെയിം വിചാരിച്ചിട്ടുള്ളത് സയൻസും റിലീജിയനും കോൺഫ്ലിക്റ്റിലല്ല, പക്ഷെ രണ്ടും കോംപ്ലിമെന്ററി ആണ് എന്നാണ് എമാൽ ദർക്കെയിം വിശ്വസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റിലീജിയൻ ഗ്രാജുവലി സയൻസ് റിലീജിയനെ റീപ്ലേസ് ചെയ്യും എന്നും എമാൽ ദർക്കെയിം പറയുന്നുണ്ട്. പക്ഷെ ചില സോഷ്യോളജിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും റിലീജിയനും കോൺഫ്ലിക്റ്റിലാണ്. സയൻസ് ഒന്ന് പറയുന്നു, റിലീജിയൻ ഒന്ന് പറയുന്നു. സയൻസിൽ വിശ്വസിക്കുന്നവർ റിലീജിയനിൽ വിശ്വസിക്കുന്നില്ല, നേരെ തിരിച്ച് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റിലാണ് എന്നാണ് ചില സോഷ്യോളജിസ്റ്റ് പറയുന്നത്. എന്നാൽ ചില others says that both the science and religion has a compatible relationship. ഒരു കോമ്പാറ്റബിൾ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ആണ് രണ്ടിനും ഉള്ളതെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് എന്താണ്, സയൻസും റിലീജിയനും കോൺഫ്ലിക്റ്റിലാണ് എന്നാണ് പറയുന്നത്. സോ
All of those people have different idea about science and religion. ഇനി നമുക്ക് സയൻസും റിലീജിയനും എന്താണ് എക്സാക്ട്ലി അതിൻ്റെ ഡിഫറൻസസും സിമിലാരിറ്റീസും എന്ന് നോക്കാം. സയൻസ് ആക്ച്വലി ഒരു ഫാക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു പ്രോപ്പർ എവിഡൻസിൽ, പ്രോപ്പർ പ്രൂഫിൽ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫാക്റ്റിനെ സയൻസ് അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇന്നൊരു കാര്യം കണ്ടുപിടിച്ചു, ഇന്നൊരു റീസണിലാണ് ഒരു കാര്യം ഫാക്റ്റ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചോ, നാളെ അതേ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് അതേ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് എംപിറിക്കൽ ആൻഡ് വെരിഫയബിൾ. ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കും. അതുപോലെ തന്നെ നമുക്കൊരു പ്രൂഫ് വരും, ഒരു എവിഡൻസ് വരും. പക്ഷെ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു പവറിൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കും. ഒരു പവറാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു ഐഡിയ ആണ് തരുന്നത്. പ്രൂഫും എവിഡൻസും ഒന്നുമല്ല, പക്ഷെ പവറിൽ ആൾക്കാർ ഡിപ്പെൻഡൻ്റ് ഉണ്ടായിരിക്കും. ഒരു പവർ ഉണ്ട്, നമ്മളെ വാച്ച് ചെയ്യാനൊരു പവർ ഉണ്ട് എന്നൊരു ബിലീഫിലാണ് ആൾക്കാർ പോകുന്നത് റിലീജിയനിൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ പവർ നാച്ചുറലും ആകും, സൂപ്പർ നാച്ചുറലും ആകും. ചില റിലീജിയൻസിൽ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പവർ ആയിരിക്കും. ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ നമുക്ക് സൺ ആണ്, സണ്ണിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ സണ്ണാണ് ശരിക്കുമുള്ള പവർ എന്ന് പറയും. അത് നാച്ചുറൽ തിങ് ആകാം, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ, ലൈക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണ്. നമ്മളെ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിൽ നിന്നാണ് നമുക്ക് പവർ വരുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. ക്യാൻ ബി നാച്ചുറൽ ഓർ സൂപ്പർ നാച്ചുറൽ. പക്ഷേ റിലീജിയനിൽ ഓൾവേസ് ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബിലീഫ്സ് ഇൻ ഫെയ്ത്ത്. റിലീജിയൻ എപ്പോഴും ബിലീഫിലും ഫെയ്ത്തിലുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിലീജിയനിൽ എവറിത്തിങ് ഹാപ്പൻസ് ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി അൺനോൺ പവർ. നമുക്ക് പരിചിതമല്ലാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ട് പവറിൽ നിന്നും അതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നും, ഓക്കെ, ആ ഒരു പവറിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നുമാണ് എല്ലാം സംഭവിക്കുന്നതെന്നാണ് റിലീജിയനിൽ പറയുന്നത്. പക്ഷെ സയൻസിൽ എപ്പോഴും എന്ത് സംഭവിക്കുന്നെങ്കിലും അതിനൊരു ലോജിക്കൽ ഫാക്റ്റും പ്രൂഫും സയൻസ് കൊടുക്കും. ഓക്കെ, റിലീജിയൻ എന്ത് ചെയ്യും? റിലീജിയൻ കാരണം നമുക്ക് ഒരുപാട് കൾച്ചേഴ്സ്, ട്രഡീഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൾച്ചേഴ്സും ട്രഡീഷൻസും ഒരുപാട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫിൽ നമുക്ക് ഒരുപാട് റിച്വൽസും സെറമണീസും ഒക്കെ വെച്ചിട്ട് സോഷ്യൽ കണക്ഷൻസും ട്രഡീഷൻസും ഒക്കെ നമുക്ക് റിലീജിയനിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ സയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡിസ്കവറീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഡിസ്കവറീസും ഇൻവെൻഷൻസുമാണ് സയൻസിൽ നിന്നും നമുക്കുണ്ടായത്. ഇപ്പം ഒരു നാച്ചുറൽ ഫിനോമിനൻ നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, അപ്പോൾ നമ്മളതിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ സയൻസിൽ ആ ഫിനോമിനൻ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ ഫിനോമിനൻ അവർ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഫിനോമിനൻ ഉണ്ടായെന്ന് ഡിസ്കവർ ചെയ്യാണ് സയൻസിൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സയൻസും റിലീജിയനും ഇന്റർ കണക്റ്റഡുമാണ്. വെരി ക്ലോസ് ഇന്റർ കണക്ഷൻ അവർ തമ്മിലുണ്ട് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. ഓക്കെ, സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫാക്റ്റിൽ, നേരത്തെ പറഞ്ഞ പോലെ ഫാക്റ്റിലും ലോജിക്കലുമാണ് ഇരിക്കുന്നത്. പക്ഷെ റിലീജിയൻ എന്ന് പറയുന്നത് ബിലീഫിലും പവറിലാണ് ഇരിക്കുന്നത്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സയൻസ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷനും, ഓക്കെ, എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആൻസർ സോൾവ് ചെയ്യാനായിട്ട് അത് എക്സ്പെരിമെന്റും ഒബ്സർവേഷനും ഒക്കെ കൂടി ചേർന്നാണ് ഇവരൊരു ആൻസർ സോൾവ് ചെയ്യുന്നത് സയൻസിൽ. റിലീജിയൻ എന്ന് പറയുന്നത് അതായത് സയൻസിൽ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ്സിലും ഒബ്സർവേഷനിലൂടെ ഒരു ആൻസർ സോൾവ് ചെയ്തിരുന്നാലും ചില കാര്യങ്ങൾ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ലൈക്ക് ദി ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ദി ഡെത്ത്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, what happens after death, and also the origin of life, how earth formed, how the universe formed. ഇതൊക്കെ സയൻസ് ആക്ച്വലി ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഇതുവരെ എവിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഫുൾ പ്രൂഫ് എവിഡൻസിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത. സോ ഇങ്ങനത്തെ കാര്യത്തിനകത്ത് റിലീജിയൻ വരും. സോ ഈ കാര്യത്തിനകത്ത് റിലീജിയൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ് ചെയ്യും. ഈ സോൾവ് ചെയ്യാൻ പറ്റാത്ത മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ റിലീജിയൻ അഡ്രസ് ചെയ്യും. എന്നിട്ട് റിലീജിയൻ ഒരു റീസൺ കൊടുക്കും ഈ ഒരു കാര്യം സംഭവിക്കുന്നതിനായിട്ട്. ഓക്കെ, ഒരു ആക്യുറേറ്റ് ഡേറ്റ വെച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ റിലീജിയൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് റിലീജിയൻ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യും. അപ്പം ഈ ഒരു ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യും? റിലീജിയൻ ഫില്ല് ചെയ്യും. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, ആക്യുറേറ്റ് ഡേറ്റ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ റിലീജിയൻ അവിടെ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ റിലീജിയൻ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ റിലീജിയൻ, ഇതിൽ രണ്ടിൽ ഏത് ഫാക്ട്സിൽ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനായിട്ടൊരു ചോയ്സ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് സെൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ലൈക്ക് ദി ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ്, ഹൗ ദിസ് യൂണിവേഴ്സ് ഫോം, ഹൗ ദിസ് യൂണിവേഴ്സ് വാസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് നമുക്കൊരു സെൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് റിലീജിയൻ അതിനകത്തൊരു സെൻസ് ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പം ഇത് തമ്മിലൂടെ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. കാരണം സയൻസിന് പറ്റാത്ത സാഹചര്യത്തിൽ റിലീജിയൻ അവിടെ വരും, റിലീജിയന് പറ്റാത്ത സാഹചര്യത്തിൽ സയൻസ് അവിടെ വരും. സോ ഹ്യൂമൻ ബീങ്സിന് നമുക്കൊരു
ഒരു സെൻസ് ഉണ്ടാക്കുക എന്നുള്ളത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, സയൻസിൻ്റെയും റിലീജിയൻ്റെയും ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്, ആൾക്കാർ പറയുന്നത്. ഇതിനൊരു ഇന്റർ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സയൻസ് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്നത് ക്യാൻ ബി കോൾഡ് എസ് 2 റൂളിംഗ് ഫാക്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ദീസ് ആർ കൺസിഡേർഡ് എസ് 2 റൂളിംഗ് ഫാക്ടേഴ്സ് ഓഫ് ദ വേൾഡ്. കാരണം രണ്ടും നമുക്ക് ആവശ്യമുണ്ട്, സയൻസും ആവശ്യമുണ്ട്, റിലീജിയസും ആവശ്യമുണ്ട്. സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് റിലീജിയനും ആവശ്യമുണ്ട്, അല്ലാത്ത നമുക്ക് ഫാക്ച്വൽ കോണ്ടെക്സ്റ്റിൽ സയൻസും ആവശ്യമുണ്ട്. ഓക്കെ, so that is about science and religion, and that is all about this chapter. So we have come to an end of this chapter. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലീജിയൻ എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിലീജിയൻ ലൈക്ക് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ, കോംപ്ലക്സ് ഫോം ഓഫ് റിലീജിയൻ, ഈവൻ മിക്സഡ് ഫോം ഓഫ് റിലീജിയൻ നമ്മൾ നോക്കി. അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. അതുപോലെ തന്നെ റിലീജിയൻ എങ്ങനെ ഒരു ഗ്രൂപ്പ് ഫിനോമിനായിട്ട് വർക്ക് ചെയ്യുന്നു നോക്കി. പിന്നെ നമ്മൾ സൂപ്പർ നാച്ചുറലും സേക്രഡും എന്താണെന്ന് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നോക്കി. പിന്നെ ബിലീഫ്സും റിച്വൽസും എന്താണെന്ന് നോക്കി. പിന്നെ നമുക്ക് 2 ഇന്റലക്ച്വൽ തിയറീസിനെ പറ്റി നോക്കി, നേച്ചർ മിത്ത് സ്കൂളും ഗോസ്റ്റ് തിയറിനെ പറ്റി നമ്മൾ നോക്കി. പിന്നെ സോൾ തിയറി ഓർ അനിമിസം എന്താണെന്ന് നോക്കി. മാജിക്കിന്റെ ഡിപ്പെൻഡൻസ് നോക്കി. അതിനകത്ത് ഫ്രേസർ പറഞ്ഞ കാര്യങ്ങൾ നോക്കി. അതുപോലെ തന്നെ ഫ്രേസർ പറഞ്ഞ 2 ഇവല്യൂഷൻ ഓഫ് മാജിക് അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് മാജിക് നോക്കി. അതിനുശേഷം നമ്മൾ ടോട്ടമിസം എന്താണെന്ന് നോക്കി. സേക്രഡ് വേഴ്സസ് പ്രൊഫൈൻ, സേക്രഡും പ്രൊഫൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കി. അതുപോലെ റിലീജിയനും മാജിക്കും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും നോക്കി. റിലീജിയനും സയൻസും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും രണ്ടും എന്താണെന്ന് നോക്കി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. I hope all of you understood. Thank you for listening. Bye bye.